ഹലോ, നമ്മൾ ചാപ്റ്റർ 2 എത്തിയിരിക്കുകയാണ്. ചാപ്റ്റർ 2 ഫസ്റ്റ് തന്നെ പിക്ചർ റീഡിംഗ് ആണ്. അതായത് ഒരു പിക്ചർ തന്നിട്ടുണ്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ. അതിൻ്റെ ബേസ് ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസും തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ പിക്ചർ ശരിക്കും ഒന്ന് നോക്കിയാലോ? നിങ്ങൾ നിങ്ങളുടെ ബുക്ക് ഓപ്പൺ ചെയ്തിട്ട് നോക്കണം കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് വിശദമായിട്ട് ഈ ചിത്രത്തിൽ ഒന്ന് നോക്കാം. ഇത് കണ്ടിട്ട് എന്താ തോന്നുന്നത്? ഏതോ ഒരു സ്കൂളിലാണ് ലഞ്ച് ബ്രേക്കോ അല്ലെങ്കിൽ ഏതോ ഒരു ബ്രേക്ക് ടൈം ആണ്. കുട്ടികളെല്ലാവരും ക്ലാസ് റൂമിന്റെ പുറത്താണ്. പല പല ഗെയിംസ് കളിക്കുന്നുണ്ട്, പല പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡു യു സീ? ഈ ചിത്രത്തിൽ നിങ്ങൾ എന്തൊക്കെയാ കാണുന്നത്? എങ്ങനെ എഴുതാൻ പറ്റും നമുക്ക്? I can see many children in the picture. ശരിയല്ലേ? They are playing different games. കുറേ കുട്ടികളെ കാണുന്നുണ്ട്. അവർ പല പല ഗെയിംസും കളിക്കുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, how many children are there in the picture? ഇതിൽ എത്ര കുട്ടികളുണ്ട്? നമുക്കൊന്ന് എണ്ണി നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17. ഇവിടെ കുട്ടികളല്ലല്ലോ. ഓക്കെ, അപ്പം നിങ്ങളുടെ ബുക്കിൽ ക്ലിയർ ആയിട്ട് നോക്കണം. ഇവിടെ വേറെ ഏതെങ്കിലും കുട്ടികൾ ഒളിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നമ്പർ ആഡ് ചെയ്യണം. ഇപ്പം നമുക്ക് എഴുതാം, there are 17 children in the picture. 17. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, what are the children doing? എന്തൊക്കെയാണ് ഈ കുട്ടികൾ ചെയ്യുന്നത്? നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ? Children are playing different games and having fun. How are children having fun? എന്തൊക്കെയാണ് ഈ കുട്ടികൾ ചെയ്യുന്നത്? Some children are playing hide and seek. കണ്ടോ, കുറേ പേര് ഒളിച്ചൊളിച്ചിരിക്കുകയാണ്, ഹൈഡ് ആൻഡ് സീക്ക് കളിക്കുന്നുണ്ട്. Some are playing with stones. ഇവിടെ രണ്ടുപേരിരുന്ന് സ്റ്റോൺസ് ഉപയോഗിച്ച് കളിക്കുന്നുണ്ട്. Some are playing hopscotch. കണ്ടോ, കള്ളിയൊക്കെ വരച്ച് ചാടി ചാടി ഹോപ്സ്കോച്ച് കളിക്കുന്നുണ്ട്. പിന്നെയോ, some are drinking water from hand pump. ഇനി എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അതും കൂടി എഴുതണം. What games do you play? ഇതുപോലെ നിങ്ങൾ എന്തൊക്കെ ഗെയിംസ് ആണ് കളിക്കാറ്? I play hide and seek, cricket, badminton, etc. ഇതുപോലെ നിങ്ങൾ ഏതൊക്കെ ഗെയിമാ കളിക്കുന്നതെന്ന് നിങ്ങൾ ഇവിടെ എഴുതണം. ഓക്കെ, നെക്സ്റ്റ്, ഇവിടെ ഒരു ഷോർട്ട് സ്റ്റോറി കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആ സ്റ്റോറി ഒന്ന് വായിച്ചു നോക്കാം. സ്റ്റോറിയുടെ പേരാണ് ഔട്ട് ഔട്ട്. ഇറ്റ് വാസ് എ ഹോളിഡേ. ജീത്ത് ആൻഡ് ബബ്ലി വെർ പ്ലേയിങ്. ഇതൊരു ഹോളിഡേ ആണ്. ജീത്തും ബബ്ലിയും, ഇതായിരിക്കും ജീത്ത്, ഇതായിരിക്കും ബബ്ലി. അപ്പൊ ജീത്തും ബബ്ലിയും കളിക്കുകയായിരുന്നു. They played many games. Both of them skipped the rope. They played hide and seek. അങ്ങനെ രണ്ടുപേരും ഹൈഡ് ആൻഡ് സീക്ക് കളിച്ചു, പിന്നെ സ്കിപ്പിംഗ് റോപ്പ് കളിച്ചു, അങ്ങനെ പലതരം ഗെയിംസ് കളിച്ചു. Bubbly and Jeet decided to play bat and ball. Jeet got ready to throw the ball. ഈ ഗെയിംസ് എല്ലാം കഴിഞ്ഞപ്പോൾ അടുത്തതായിട്ട് അവര് ബാറ്റ് ആൻഡ് ബോൾ കളിക്കാൻ തീരുമാനിച്ചു. ജീത്ത് കണ്ടോ, ബോളുമായിട്ട് റെഡിയായി നിൽക്കുകയാണ്. ജീത്ത് ഗോട്ട് റെഡി ടു ത്രോ ദ ബോൾ. ജീത്ത് ത്രൂ ദ ബോൾ, ബബ്ലി ഹിറ്റ് ദ ബോൾ. ജീത്ത് ബോൾ എറിഞ്ഞു, ബബ്ലി നല്ല അടി കൊടുത്തു ബാറ്റ് കൊണ്ട്. ദ ബോൾ വെന്റ് ഇൻ ടു മോഹിത്സ് ഗാർഡൻ. ആരാണ് മോഹിത്? അവരുടെ ഫ്രണ്ട് ആയിരിക്കും അല്ലേ, നീബർ ആയിരിക്കും. അപ്പൊ മോഹിത്തിന്റെ ഗാർഡനിലേക്ക് പോയി ബോള്. But his house was locked. They could not find the ball. So the game stopped. അങ്ങനെ ഈ ഗെയിമും സ്റ്റോപ്പായി. എങ്ങനെ? ജീത്ത് ബോൾ എറിഞ്ഞു, ബബ്ലി നല്ല സ്ട്രോങ് ആയിട്ട് അടിച്ചു, ബോൾ തെറിച്ചു പോയിട്ട് മോഹിത്തിന്റെ ഗാർഡനിൽ ചെന്ന് വീണു. അവർ രണ്ടുപേരും കൂടി മോഹിത്തിന്റെ വീട്ടിൽ ചെന്ന് ബോൾ എടുക്കാൻ നോക്കിയപ്പോഴോ അവിടെ ഡോർ ലോക്ക് ചെയ്തിരിക്കുന്നു. അവരെവിടെയോ പോയിരിക്കുകയാണ്. അപ്പൊ അവർക്ക് ബോൾ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഈ ഗെയിമും അവരവിടെ സ്റ്റോപ്പ് ചെയ്തു. ബബ്ലി ന്യൂ ഹൗ ടു മേക്ക് എ ബോൾ. ഗെയിം സ്റ്റോപ്പ് ആയിട്ട് രണ്ടുപേരും ഇരുന്ന് വിഷമിക്കുകയായിരിക്കും അല്ലേ? പെട്ടെന്ന് ബബ്ലിക്ക് ഒരു ഐഡിയ കിട്ടി. അവള് പറഞ്ഞു, എനിക്കറിയാം എങ്ങനെയാ ബോൾ ഉണ്ടാക്കേണ്ടതെന്ന്. ബബ്ലി ന്യൂ ഹൗ ടു മേക്ക് എ ബോൾ.
They got few rags, paper and wool. അവര് കുറച്ച് റാഗ്സ് എന്ന് പറഞ്ഞ പഴയ തുണി കഷ്ണങ്ങൾ, പേപ്പർ ആൻഡ് വൂൾ, വൂൾ നൂല് അറിയില്ലേ? ബബ്ലി ഓൾസോ ബോട്ട് എ പീസ് ഓഫ് സ്ട്രിങ്. അത് കൂടാതെ അത് കെട്ടാൻ വേണ്ടി ഒരു നാരും എടുത്തിട്ട് വന്നു, ഒരു നൂലും എടുത്തിട്ട് വന്നു. She rolled rags, paper and wool to make a bowl. പേപ്പറും തുണിയും വൂൾ നൂലും ഒക്കെ ആയിട്ട് ഒരു ബോൾ പോലെ റൗണ്ട് ആക്കി ഉണ്ടാക്കി. എന്നിട്ടോ then she tied the bowl with string. ആ ബോള് അവർ കൊണ്ടുവന്നിരിക്കുന്ന സ്ട്രിങ് ഉപയോഗിച്ച്, കയർ ഉപയോഗിച്ച് കെട്ടി 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 നല്ല സ്ട്രോങ് ആയിട്ട് കെട്ടി ഒരു ബോൾ പോലെ ആക്കി. They liked the new ball. The game started again. അവർക്ക് അവരുടെ അവർ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ബോൾ നല്ല ഇഷ്ടപ്പെട്ടു അല്ലേ? അവർ ആ ബോൾ ഉപയോഗിച്ചിട്ട് കളിക്കാൻ തുടങ്ങി. This time Bubbly picked the ball. നേരത്തെ ജീത്ത് ആയിരുന്നു ബോൾ എറിഞ്ഞത്. ഈ പ്രാവശ്യം Bubbly picked the ball. ജീത്ത് picked the bat. ജീത്ത് ബാറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. Bubbly threw the ball. ജീത്ത് hit the ball hard. അപ്പോൾ ബബ്ലി ബോൾ എറിഞ്ഞു, ജീത്ത് നല്ല സ്ട്രോങ് ആയിട്ട് ഹാർഡായിട്ട് ബാറ്റ് ചെയ്തു. The ball opened up and scattered in the air. Oh no! അവര് സ്വന്തമായിട്ടുണ്ടാക്കിയ ബോളാണല്ലേ? അപ്പൊ പുറത്ത് കെട്ടിയിരിക്കുന്ന കയറ് നല്ല ടൈറ്റ് ആയിട്ട് കെട്ടിയിരുന്നു. പക്ഷെ ബാറ്റ് ഹാർഡായിട്ട് അതിൽ ഹിറ്റ് ചെയ്തപ്പോൾ അത് മൊത്തമായിട്ട് ഓപ്പൺ ആയി പോയി. എന്നിട്ട് ആകാശത്തിൽ എന്താ പറന്നു നടക്കുന്നത്? കണ്ടോ? ബോൾ ഉണ്ടാക്കിയ സാധനങ്ങളെല്ലാം സ്കാറ്റർ ചെയ്തു. ബബ്ലി jumped and caught a piece of rag. ബാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ബോൾ ക്യാച്ച് ചെയ്യണം അല്ലേ, ഔട്ടാക്കാൻ വേണ്ടി. പക്ഷെ ഇവിടെ ബോൾ ഉണ്ടോ? അത് ഡിഫറെന്റ് പീസസ് ആയിട്ട് ആകാശത്തിൽ അങ്ങനെ പറന്നു നടക്കുകയാണ്. ബബ്ലി ചാടി അതിലൊരു റാഗ് പീസ്, അതായത് ഒരു പഴയ തുണി കഷ്ണം ചാടി പിടിച്ചു. എന്നിട്ടോ ഷീ jumped and shouted, out, out. ബോൾ പിടിച്ചു കഴിഞ്ഞാൽ അവർക്ക് പറയാം അല്ലേ, ഔട്ടായി. അപ്പൊ ബോളിന് പകരം ബോളിന്റെ ഒരു പീസ് പിടിച്ചിട്ട് അവൾ പറഞ്ഞു ഔട്ട്, ഔട്ട്. എങ്ങനെയുണ്ട് സ്റ്റോറി? നിങ്ങൾക്ക് ഇഷ്ടായോ? നല്ല തമാശയാണല്ലേ? നിങ്ങൾ ഇതേപോലെ സ്വന്തമായിട്ട് ബാറ്റും ബോളും ഒക്കെ ഉണ്ടാക്കി കളിക്കാറുണ്ടോ വീട്ടില്? അപ്പൊ നമുക്ക് ഇതിന്റെ എക്സസൈസിലേക്ക് പോവാം. അതിനു മുമ്പ് ഇതിൽ കുറച്ച് ന്യൂ വേർഡ്സ് തന്നിട്ടുണ്ട് അല്ലേ? എന്തൊക്കെയായിരുന്നു ന്യൂ വേർഡ്സ്? ഫസ്റ്റ് വേർഡ് ആണ് സ്കിപ്ഡ്. സ്കിപ്ഡ് എന്ന് പറഞ്ഞാൽ ടു ജംപ് ഓർ ഹോപ്പ് വിത്ത് ബോത്ത് ഫീറ്റ്. ചാടുന്നതിനാണ് സ്കിപ്ഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ത്രൂ. ത്രൂ ടു മേക്ക് സംതിങ് ഗോ ത്രൂ ദ എയർ ബൈ പുഷിംഗ് ഇറ്റ് വിത്ത് യുവർ ഹാൻഡ്. നമ്മുടെ കയ്യിൽ പിടിച്ചിട്ട് വലിച്ചെറിയുന്നതിനാണ് ത്രൂ അല്ലെങ്കിൽ ത്രോ എന്ന് പറയുന്നത്. കോർട്ട്യാർഡ്. കോർട്ട്യാർഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മുറ്റം. An open space or garden surrounded by buildings. Gathered. To come together in one place. Brought. To carry something with you to a place. ഒരു സ്ഥലത്തേക്ക് ഒരു സാധനം കൊണ്ടുവരുന്നതിനാണ് brought എന്ന് പറയുന്നത്. Picked. To choose or take something from a group. പിക്ക് ചെയ്യുക. അവിടെ എവിടെയെങ്കിലും കിടക്കുന്ന ഒരു സാധനം നമ്മൾ എടുക്കുകയാണ്, അതിനാണ് പിക്ക് ചെയ്യുക എന്ന് പറയുന്നത്. ഇനി ക്വസ്റ്റ്യൻസ് നോക്കാം. ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. വാട്ട് ഗെയിംസ് ഡു യു ലൈക്ക് ടു പ്ലേ വിത്ത് യുവർ ഫ്രണ്ട്സ്? നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ കൂടെ കളിക്കാൻ എന്തൊക്കെ ഗെയിംസ് ആണ് ഇഷ്ടപ്പെടുന്നത്? ഐ ലൈക്ക് ടു പ്ലേ ഹൈഡ് ആൻഡ് സീക്ക് ആൻഡ് റണ്ണിംഗ് റേസ് വിത്ത് മൈ ഫ്രണ്ട്സ്. ഇത് എന്റെ ഇഷ്ടമാണ്, നിങ്ങളുടെ ഇഷ്ടം വേറെ ആയിരിക്കും, അതങ്ങനെ തന്നെ എഴുതണം. ഹാവ് യു പ്ലേഡ് ബാറ്റ് ആൻഡ് ബോൾ? നിങ്ങൾ ബാറ്റ് ആൻഡ് ബോൾ കളിച്ചിട്ടുണ്ടോ? യെസ്, ഐ ഹാവ് പ്ലേഡ് ബാറ്റ് ആൻഡ് ബോൾ വിത്ത് മൈ ഫ്രണ്ട്സ്. ഇനി കളിച്ചിട്ടില്ലെങ്കിൽ നോ എന്ന് എഴുതാം. Bubbly made a ball using few rags, paper, wool and string. Have you tried to play a game using the things around you? What did you play? Name the things that you used to play. Talk about it in the class. ബബ്ലിയും ജീത്തും കളിച്ചതുപോലെ നിങ്ങൾ നിങ്ങളുടെ ചുറ്റുമുള്ള സാധനങ്ങളൊക്കെ എടുത്ത് കളിക്കാറുണ്ടോ? നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. Yes, I have made game using things around me. I used boxes to build a playhouse and a bowl made from old socks to play
catch with my friends. ബോക്സസ് ഒക്കെ ഉപയോഗിച്ചിട്ട് പ്ലേ ഹൗസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് മാത്രമല്ല സോക്സ് ഉപയോഗിച്ചിട്ട് ബോൾ ഉണ്ടാക്കിയിട്ട് ഫ്രണ്ട്സിന്റെ കൂടെ ക്യാച്ച് ചെയ്ത് കളിച്ചിട്ടുമുണ്ട്. അതുപോലെ നിങ്ങൾ എന്തൊക്കെയാ കളിച്ചതെന്ന് എഴുതണം. Read pages 10 to 11 of the story again and number the following sentences in their correct order. പേജ് 10 to 11 സ്റ്റോറിയിലുള്ള കുറച്ച് സെന്റൻസസ് ഓർഡർ മാറ്റിയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിന്റെ കറക്റ്റ് ഓർഡർ ആക്കാൻ പറ്റുമോ? നമുക്ക് വായിച്ചു നോക്കാം അല്ലേ? Bubbly hit the ball. Jeet threw the ball. The ball went into Mohit's garden. Jeet got ready to throw the ball. They lost the ball. എങ്ങനെയായിരുന്നു ഓർഡർ? Jeet got ready to throw the ball. First point. Jeet threw the ball. Bubbly hit the ball. The ball went into Mohit's garden and they lost the ball. Read the words below each picture. ലാസ്റ്റ് ചാപ്റ്റർ നമ്മൾ ഇതിനെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എവിടെയാണ് ആൻ യൂസ് ചെയ്യുന്നത്, എവിടെയാണ് എ യൂസ് ചെയ്യുന്നതെന്ന്. ആൻ നമ്മൾ വവൽസിൽ സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡ്സിന് വേണ്ടി യൂസ് ചെയ്യുന്നു. എ കൺസണൻസ് അല്ലെങ്കിൽ വവൽസ് അല്ലാത്ത ബാക്കി ലെറ്റേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡ്സിനാണ് ഉപയോഗിക്കുന്നത്. ആൻ എഗ്, ആൻ എൻജിൻ, ആൻ എലിഫന്റ്. A pen, a pencil, a bell, a kettle, a hen, a well. നിങ്ങൾ വായിച്ചു നോക്കില്ലേ? ഇത് ഈസി ആയിട്ടുള്ള വേർഡ്സ് ആണ്. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് ഉറക്കെ വായിക്കാം. Read the story out again and fill in the blanks. Write the names of the children in the story. ഈ സ്റ്റോറിയിലുള്ള കുട്ടികളുടെ പേരെന്തായിരുന്നു? ബബ്ലി, ജീത് ആൻഡ് മോഹിത്. മോഹിത്തിനെ നമ്മൾ കണ്ടില്ല, മോഹിത്ത് വീട് ലോക്ക് ചെയ്ത് പോയി അല്ലേ? എന്നാലും ഈ 3 പേരുകളും ഈ ചാപ്റ്ററിലുണ്ട്. റൈറ്റ് ദ ഐറ്റംസ് ദാറ്റ് ദ ചിൽഡ്രൻ യൂസ് ടു മേക്ക് ദ ബോൾ. അവരെന്തൊക്കെ ഉപയോഗിച്ചായിരുന്നു ബോൾ ഉണ്ടാക്കിയത്? ഇവിടെ 3 ഡാഷ് കൊടുത്തുള്ളൂ, പക്ഷെ ഒരു 4 സാധനം യൂസ് ചെയ്തു അല്ലേ? Rags, paper, wool and string. Write the opposite of the following words. One has been done for you. ഇവിടെ കുറേ കുഞ്ഞു വേർഡ്സ് തന്നിട്ടുണ്ട്. ഇതിന്റെ ഓപ്പോസിറ്റ് വേർഡ്സ് നമ്മൾ കണ്ടുപിടിക്കണം. ഫസ്റ്റ് വേർഡ് അപ്പ്. അപ്പ് എന്ന് പറഞ്ഞാൽ മുകളിൽ. ഡൗൺ താഴെ, മുകളിൽ താഴെ. ഇൻ, ഇൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇൻ എന്ന് പറഞ്ഞാൽ ഉള്ളിലാണ്. അപ്പോ ഔട്ട്, ഔട്ട് എന്ന് പറഞ്ഞാൽ പുറത്ത്. അപ്പൊ ഇന്നിന്റെ ഓപ്പോസിറ്റ് ഔട്ട്. ഓപ്പൺ, ഒരു സാധനം ഓപ്പൺ ചെയ്യുക, തുറക്കുക. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? അടയ്ക്കുക അല്ലെങ്കിൽ ക്ലോസ്ഡ്. ഓപ്പൺ ക്ലോസ് എന്ന് പറയാം, അല്ലെങ്കിൽ ഓപ്പൺ ക്ലോസ്ഡ്, രണ്ടും പറയാം. ഓക്കെ, ഓപ്പൺ ക്ലോസ് അല്ലെങ്കിൽ ഓപ്പൺ ക്ലോസ്ഡ്. ഫാറ്റ്, തടിച്ചിട്ടുള്ള. തിൻ, മെലിഞ്ഞിട്ടുള്ള. ഹോട്ട്, ചൂട്. കോൾഡ്, തണുപ്പ്. സ്മോൾ, ചെറിയ. ലാർജ് അല്ലെങ്കിൽ ബിഗ്. ഓക്കെ, സ്മോൾ, ലാർജ് അല്ലെങ്കിൽ ബിഗ്. Join the sentences using and write it in the given space. One has been done for you. ഓക്കെ, ഇവിടുത്തെ 2 സെന്റൻസസ് വായിച്ചു നോക്കാം. സുരേഷ് വെന്റ് ടു സ്കൂൾ. ഗോപാൽ വെന്റ് ടു സ്കൂൾ. 2 പേരും സ്കൂളിലേക്കാണല്ലേ പോയത്. നമുക്ക് ഈ സെന്റൻസിനെ എങ്ങനെ ജോയിൻ ചെയ്യാം? സുരേഷ് ആൻഡ് ഗോപാൽ വെന്റ് ടു സ്കൂൾ. 2 പേരും ഒരേ കാര്യമാണ് ചെയ്യുന്നത്. അപ്പോ സുരേഷ് ആൻഡ് ഗോപാൽ വെന്റ് ടു സ്കൂൾ. നെക്സ്റ്റ്, I like to eat mangoes. I like to eat grapes. എനിക്ക് മാംഗോസ് ഇഷ്ടമാണ്, എനിക്ക് ഗ്രേപ്സും ഇഷ്ടമാണ് കഴിക്കാൻ. എങ്ങനെ നമുക്കതിനെ ജോയിൻ ചെയ്യാം? I like to eat mangoes and grapes. എനിക്ക് മാംഗോസും ഇഷ്ടമാണ്, ഗ്രേപ്സും ഇഷ്ടമാണ്. I like to eat mangoes and grapes.
The cat sat on the mat. The dog sat on the mat. Cat എവിടെയാ ഇരിക്കുന്നത്? മാറ്റിലാണ്. ഡോഗും മാറ്റിലല്ലേ ഇരിക്കുന്നത്? The cat and the dog sat on the mat. Cat and the dog. This ball has yellow dots on it. This ball has green dot on it. This ball has yellow and green dots on it. ഇതില് യെല്ലോയും ഗ്രീനും ഡോട്ട്സ് ഉണ്ട്. This ball has yellow and green dots on it. There are tables in my classroom. There are chairs in my classroom. നമ്മുടെ ക്ലാസ് റൂമിൽ എന്തൊക്കെയുണ്ട്? ടേബിളുമുണ്ട്, ചെയറുമുണ്ട്. എങ്ങനെ ജോയിൻ ചെയ്യാം? There are tables and chairs in my classroom. Yes. Let's do. Choose a partner. Imagine you both are Bubbly and Jeet. Enact the story. You may use some words from the story for dialogues. Okay. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഒരു പാർട്ട്ണറെയും കൂട്ടി നിങ്ങൾ രണ്ടുപേരും ബബ്ലിയും ജീത്തും ആണെന്ന് ഇമാജിൻ ചെയ്തിട്ട് ഈ സ്റ്റോറി ഇനാക്ട് ചെയ്യണം. ഇത് നിങ്ങൾ ക്ലാസ്സിൽ ടീച്ചർ ചെയ്യിപ്പിക്കൂ കേട്ടോ. എന്നിട്ട് ഈ ഡയലോഗ്സ് ഒക്കെ പഠിച്ചു വെക്കണം. അവർ തമ്മിൽ പറഞ്ഞ ഡയലോഗ്സ് നിങ്ങൾക്ക് ക്ലാസ്സിൽ ഇനാക്ട് ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യാം. Ask your grandparents or parents to tell you about a game that they had played in their childhood. Find out about it in detail. The next day speak about it in the class. നിങ്ങളുടെ ഗ്രാൻഡ് പാരൻസോ അല്ലെങ്കിൽ പേരൻസോ അവർ ചെറിയ കുട്ടികളായിരുന്നപ്പം കളിച്ചിരുന്ന ഗെയിംസ് എന്തൊക്കെയായിരുന്നെന്ന് നിങ്ങൾ ചോദിക്കണം. എങ്ങനെയാണ് കളിക്കുന്നതെന്ന് നിങ്ങൾ പഠിക്കണം. എന്നിട്ടോ നെക്സ്റ്റ് ഡേ ക്ലാസ്സിൽ പോയിട്ട് കുട്ടികളുടെ കൂടെ എല്ലാം ഡിസ്കസ് ചെയ്യണം. അങ്ങനെ നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ ഇവിടെ കഴിയാണ്. തേർഡ് ചാപ്റ്ററുമായിട്ട് ഞാൻ പെട്ടെന്ന് വരാം. അതുവരേക്കും ബൈ.